ഇന്ന് ഫെബ്രുവരി 10 7 OTT റിലീസ് അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യത്തേത് സലാർ എന്ന സിനിമയുടേതാണ്. പ്രഭാസ്, പൃഥ്വിരാജ് എന്നിവർ പ്രധാന റോളുകളിലെത്തി നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തി. പിന്നീട് മലയാളം, തമിഴ്, തെലുഗു, കന്നഡ ഒപ്പം തന്നെ ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസ് ചെയ്ത നെറ്റ്ഫ്ലിക്സിന്റെ സലാറിന്റെ ഹിന്ദി പതിപ്പിന്റെ OTT റിലീസ് തീയതി പ്രഖ്യാപനം ഇന്നലെ പുറത്തു വന്നിരിക്കുകയാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ആയിരിക്കും സിനിമയുടെ ഹിന്ദി പതിപ്പ് റിലീസ് ചെയ്യുക. അത് വരുന്ന ആഴ്ച ഫെബ്രുവരി 16 തീയതി OTT റിലീസ് ചെയ്യുമെന്നാണ് ഒഫീഷ്യൽ അപ്ഡേറ്റ്. അനിമൽ കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തി 900 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത ഹിന്ദി സിനിമയാണല്ലോ. രൺബീർ കപൂർ, രശ്മിക മന്ദാന എന്നിവർ പ്രധാന റോളുകളിലെത്തിയ സിനിമ പാൻ-ഇന്ത്യൻ ഭാഷകളിലായിരുന്നു നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്തത്. ഇപ്പോഴത്തെ പാൻ-ഇന്ത്യൻ ഭാഷകൾക്ക് പുറമെ സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ കൂടി OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് തന്നെയാണ് OTT പ്ലാറ്റ്ഫോം. സിനിമ OTTയിൽ കണ്ടവരായിരിക്കുമല്ലോ, നിങ്ങൾ അഭിപ്രായങ്ങൾ പറയൂ. ദി കേരള സ്റ്റോറി വരുന്നയാഴ്ച OTT റിലീസ് ചെയ്യുന്ന കഴിഞ്ഞ വർഷത്തിലെ ബോളിവുഡിലെ വമ്പൻ കളക്ഷൻ നേടിയെടുത്ത ഒരു വിവാദ സിനിമയാണല്ലോ. ചിത്രം വരുന്നയാഴ്ച ഫെബ്രുവരി 16 തീയതി C5 OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. ഈ ഹിന്ദി സിനിമ ദി കേരള സ്റ്റോറി ഹിന്ദിക്ക് പുറമെ മലയാളം, തമിഴ്, തെലുഗു ഉൾപ്പെടെയുള്ള ഭാഷകളിൽ കൂടി OTT റിലീസ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ സംക്രാന്തി റിലീസ് തെലുഗു സിനിമയാണ് നാസാമി റംഗ. പൊറിഞ്ച മറിയം ജോസ് എന്ന മലയാളം സൂപ്പർ ഹിറ്റ് സിനിമയുടെ തെലുഗു റീമേക്ക് നാഗാർജുന നായകനെത്തിയ സിനിമയുടെ OTT റിലീസ് തീയതി പ്രഖ്യാപനം ഇന്ന് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ഈ മാസം ഫെബ്രുവരി 17 തീയതി സിനിമ 3 ഭാഷകളിൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്യും. തെലുഗു, തമിഴ്, ഹിന്ദി ഭാഷകളിലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 5ാമത്തേത് കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തി കഴിഞ്ഞ മാസം OTT റിലീസ് ചെയ്ത ദി മാർവൽസ് എന്ന മാർവൽ സ്റ്റുഡിയോസിന്റെ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രം നേരത്തെ ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്തിരുന്നു. ഇപ്പോഴത്തെ ഇന്നലെ ഫെബ്രുവരി 9 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ കൂടി സിനിമ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യൻ ഭാഷകളിലും സിനിമ ലഭ്യമാണ്. അതേസമയം ചിത്രത്തിന്റെ ബ്ലൂറേ പതിപ്പ് വരുന്ന ഫെബ്രുവരി 13 റിലീസ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ നവംബർ മാസത്തിലെ സിനിമയാണല്ലോ മഹാറാണി. ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് മുന്നേ OTT അവകാശങ്ങൾ HR OTT പ്ലാറ്റ്ഫോമാണ് സ്വന്തമാക്കിയത്. യഥാർത്ഥത്തിൽ മാർത്താണ്ഡൻ സംവിധാനം ചെയ്ത ഈ സിനിമയുടെ OTT റിലീസ് എല്ലാം തന്നെ വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. OTT റിലീസ് വൈകാൻ കാരണം നിങ്ങൾ തന്നെ കേട്ടിരിക്കാവുന്ന നിലവിലെ കേരളത്തിലെ ഹൈ റിച്ച് കമ്പനിയുമായി ബന്ധപ്പെട്ട കേസ് തന്നെയാണ്. നിലവിൽ സിനിമയുടെ OTT റിലീസ് ഹോൾഡ് ചെയ്തു വെച്ചിരിക്കുകയാണ്. എപ്പോൾ റിലീസ് ചെയ്യുമെന്ന് ഭാവിയിൽ കണ്ടറിയാം. 2024 നിലവിൽ തിയേറ്ററുകളിലെ വിജയിച്ച ഒരേ മലയാളം സിനിമയാണല്ലോ അബ്രഹാം ഓസ്ലർ. ജയറാമിന്റെ കരിയറിലെ തന്നെ വലിയ വിജയം നേടിയെടുത്ത മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത സിനിമയുടെ OTT അവകാശങ്ങൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ് ഏറ്റവും ഒടുവിൽ കൺഫേം ആയിട്ടും സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രം ഈ ഫെബ്രുവരി മാസം തന്നെ OTT റിലീസ് ചെയ്യും. ഒന്നില്ലെങ്കിൽ വരുന്നയാഴ്ച ഫെബ്രുവരി 15 തീയതി, അതല്ലെങ്കിൽ ഈ മാസം ഫെബ്രുവരി 23 സിനിമ OTT റിലീസ് ചെയ്യുന്നതാണ്. ഹോട്ട്സ്റ്റാറിലൂടെ പാൻ-ഇന്ത്യൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്ന സിനിമയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം ഉടനെ വരും. കാത്തിരിക്കൂ കൂടുതൽ അപ്ഡേറ്റുകൾ.